Good morning, dear students. So today we are going to deal with Longinus, the fourth critic in the Western classical criticism part. We have to deal with the Eastern classical criticism from the next class onwards. So let's study Longinus. Now, about Longinus, we do not know much about him. Okay, mainly because this book, which was written by this person called Longinus, supposedly called Longinus, the book is titled On the Sublime. Okay, you have to know On the Sublime is the book, is the title of the book. Okay, the authorship of the book is actually contested. There are two possible options or suggestions of the authorship, and the first one is first person is whose name is Cassius Longinus, and the second person's name is Dionysius. Okay, but there actually remains a possibility that the work belongs to neither of these people. Okay, but of course rather some unknown author writing under the Roman Empire of the time, possibly in the first century, between the first century and third century. Okay, so this is what we know about Longinus as an author. Okay, അപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ, രണ്ട് ഓതേഴ്സിൻ്റെ പേരാണ് പൊതുവെ കേൾക്കാറുള്ളത്. either it is Cassius Longinus or it is Dionysius. ഓക്കെ, ആൻഡ് ഇത് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളും കൂടെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് പുള്ളിയുടെ പേര് ഒരിടത്തും പറഞ്ഞില്ല. പോസിബിളി ഹിസ് നെയിം ഈസ് ലോഞ്ചൈനസ് ആസ് വെൽ. പുള്ളി ഫസ്റ്റ് സെഞ്ച്വറിയിലായിരിക്കണം, പൊതുവേ ഫസ്റ്റ് സെഞ്ച്വറി ടു തേർഡ് സെഞ്ച്വറിക്ക് ഇടയിൽ എഴുതിയ ഒരാളായിരിക്കാനാണ് ചാൻസ്. ഫസ്റ്റ് സെഞ്ച്വറിയാണ് കൂടുതൽ റിസർച്ചേഴ്സും പിൻ പോയിൻ്റ് ചെയ്യുന്ന ഒരു സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഞ്ച്വറിയാണ്. എനിവേ, ദിസ് ഈസ് ഓൾ വി നോ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ author Longinus. Okay, but even though the authorship is unknown or this is an anonymous person, he is considered as a third member of the classical triumvirate of criticism, the other two being Aristotle and Horace. Okay, നമ്മൾ രണ്ടുപേരെയും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ട്രയംവിറേറ്റ് ഓഫ് ക്രിറ്റിസിസം, ദിസ് ഈസ് നോട്ട് എന്താ പറയുക അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിലല്ല ക്ലാസിക്കൽ ട്രയംവിറേറ്റ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു പ്രശ്നം വിത്ത് വെസ്റ്റേൺ ക്ലാസിക്കൽ ക്രിറ്റിസിസം, വെസ്റ്റേൺ ഫിലോസഫി ഇറ്റ്സെൽഫ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് വേൾഡ് ഫിലോസഫി, വേൾഡ് ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞാൽ അവരെപ്പോഴും എന്തുമാത്രം വെസ്റ്റേൺ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, വി ഹാവ് അവർസെൽസ്, നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫി അല്ലെങ്കിൽ പേർഷ്യ അല്ലെങ്കിൽ ഇന്ത്യ, ഇങ്ങനെയുള്ള പണ്ടത്തെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസിലൊക്കെ തന്നെയും ഇവരെക്കാളുമൊക്കെ മുന്നേ ഉള്ള ക്രിറ്റിക്സും ഇവരെക്കാളുമൊക്കെ തന്നെ പ്രതിഭ എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ള ക്രിറ്റിക്സും ഉണ്ടായിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ ഇവർ പറയുമ്പോൾ it all pertains to only one part of the world, not it doesn't belong to any other part of the world. So ഇതിനെ ക്ലാസിക്കൽ ട്രയംവിറേറ്റ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അത്ര അതോറിറ്റേറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ടൈറ്റിൽ സം അതർ വെസ്റ്റേൺ ക്രിറ്റിക് ഓർ സം അതർ വെസ്റ്റേൺ പേഴ്സൺ ഹാസ് ഗിവൺ ദം. ഓക്കെ, അത്രേ ഉള്ളൂ. എനിവേ, ഇതാരും നിങ്ങളോട് ചോദിക്കാനും പോകുന്നില്ല. ബട്ട് നിങ്ങൾക്കൊരു എക്സാമിന് എഴുതുമ്പോൾ ടു ഫിൽ ഔട്ട് വിത്ത് വേർഡ്സ്. ഓക്കെ, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ടൈറ്റിൽസും ഇതെല്ലാം തന്നെ കൊടുക്കുന്നത്. അതർവൈസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി കൈൻഡ് ഓഫ് വാല്യൂ. ഓക്കെ, എനിവേ, ഹി ഈസ് considered as the third member of the classical triumvirate of criticism. Okay, now his work is titled On the Sublime, നേരത്തെ പറഞ്ഞു, and it is a treatise written in Greek and addressed to one Postumius Terentianus, a Roman of whom nothing is known. നമ്മുടെ ഹൊറേസിനെ പോലെ തന്നെ this is addressed to somebody else. Okay, പുള്ളിയുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പൊസ്തൂമിയസ് ടെറന്റിയാനസ്. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ലൈക്ക് ദാറ്റ്. എനിവേ, പുള്ളി ഒരു റോമൻ ആണ്. ഈ പുള്ളിയെക്കുറിച്ച് നമുക്കൊന്നും തന്നെയും അറിയത്തില്ല. Now, while Longinus declared subject is rhetoric, its central argument is what constitutes sublimity in literature. അപ്പോൾ ഇന്ന് വരെ എന്ന് വെച്ചാൽ അതുവരെ, ഓക്കെ, ലോഞ്ചനസ് അത് എഴുതുന്നവരെ ഒരു മനുഷ്യനും തന്നെ ലിറ്ററേച്ചറിന് കണ്ടുപിടിക്കാത്ത ഒരു പുതിയൊരു കാര്യമാണ് ലോഞ്ചനസ് അവിടെ അതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ്? സബ്ലിമിറ്റി. ഓക്കെ, ആൻഡ് ഈ സബ്ലിമിറ്റി, ഓഫ് കോഴ്സ് പുള്ളി പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, പുള്ളി എഴുതിയിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്ന റെട്രിക് ആണെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ലിമിറ്റി. ഓക്കെ, സോ സബ്ലിമിറ്റി ഈസ് എ സെൻട്രൽ ആർഗ്യുമെൻ്റ് ഇൻ Longinus on the Sublime treatise. Okay, now
as we do not have much about the person, we can talk more about on the Sublime. Okay, so on the Sublime, it is a treatise on literary criticism written in Greek by Longinus, dating to about the 1st century CE. Okay, the earliest surviving manuscript from the 10th century was printed in 1554. Okay, അപ്പോൾ ആ ഏർലിയസ്റ്റ് സർവൈവിങ് ഫസ്റ്റ് സെഞ്ചുറിയിലായിരിക്കണം എഴുതിയിരിക്കുന്നത്. എനിവേ ദ ഏർലിയസ്റ്റ് സർവൈവിങ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 10th സെഞ്ചുറിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പ്രിൻറ്റഡ്, ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ, 1554. റെനൈസൻസ് പീരീഡിലാണ് ബേസിക്കലി അത് എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 17 ചാപ്റ്റേഴ്സ് ഓൺ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ആലോചിക്കുക, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ട്രാജഡി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോരോ ജാൻറിനെ കുറിച്ചല്ല പറയുന്നത്, ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ്സ് 17 ചാപ്റ്റേഴ്സ് ബിലോങ്സ് ടു figures of speech, which have occupied critics and poets ever since they were written, and it was a very influential work. Okay, about a third of the manuscript is lost. Okay, a third of the manuscript അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. Now the author defines sublimity, otherwise പുള്ളി എഴുതിയപ്പോൾ അതിൻ്റെ പേര് ഹിപ്സൂസ് എന്നാണ്. Hypsus, okay, in literature as the echo of greatness of spirit. Okay, ആ ഒരു സ്പിരിറ്റ്, അത് എഴുതുന്ന ആളുടെ ആ ഒരു ഗ്രേറ്റ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ അത് എക്കോ ചെയ്യുന്നൊരു കാര്യമാണ് എന്താ സബ്ലിമിറ്റി എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ദ എക്കോ ഓഫ് ഗ്രേറ്റ്നെസ് ഓഫ് സ്പിരിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മോറൽ ആൻഡ് ഇമാജിനേറ്റീവ് പവർ ഓഫ് ദ റൈറ്റർ ദാറ്റ് പെർവേറ്റ്സ് ഹിസ് വർക്ക്. ഓക്കെ, അതായത് ഒരു ഓഥറിൻ്റെ മോറൽ അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് പവർ ഓഫ് ദ റൈറ്ററാണ് ആ വർക്കിനെ ക്ലാഡ് ചെയ്യുന്ന രീതിയിലുള്ള മോറൽ ആൻഡ് ഇമാജിനേറ്റീവ് പവർ ഓഫ് ദ വർക്കിനെയാണ് പുള്ളിയുടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ദി സബ്ലിമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ദിസ് ഇസ് ദ ഫസ്റ്റ് നോൺ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് ഗ്രേറ്റ്നെസ് ഇൻ ലിറ്ററേച്ചർ ഈസ് അസ്ക്രൈബ്ഡ് ടു ക്വാളിറ്റീസ് ഇന്നേറ്റ് ഇൻ ദ റൈറ്റർ ദാൻ ഹിസ് ആർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ആ ഒരു റൈറ്ററിൻ്റെ ക്വാളിറ്റീസിലുള്ള പ്രാധാന്യം, അത് ഒരാൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ വർക്കിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ആ ആളുടെ ക്വാളിറ്റിയിലും കൂടെ നിന്നാണ് വരുന്നത് എന്ന് ആദ്യമായിട്ട് പറയുന്നൊരു ഇൻസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അത് അയാളുടെ ആർട്ടിലല്ല, പകരം സ്ട്രെസ് ഇസ് ഓൺ ആർട്ടിലും സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ബട്ട് കൂടുതൽ സ്ട്രെസ് ഏതിലാണ് പുള്ളി കൊടുക്കുന്നത്, നമ്മുടെ ക്വാളിറ്റീസ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആണ് കൊടുക്കുന്നത്, ഇന്നേറ്റ് ക്വാളിറ്റീസ് ഓഫ് ദ ആർട്ടിസ്റ്റ്. ഓക്കെ, നൗ ഇതിന് വേറൊരു ഇമ്പോർട്ടൻസ് പറയുന്നത് ബുക്കിന്. ഓക്കെ, ദ വർക്കിന് വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇലസ്ട്രേറ്റീവ് കൊട്ടേഷൻസ് റെക്കോർഡഡ് ഇൻ ഓൺ ദ സബ്ലൈം ഒക്കേഷണലി പ്രിസർവ്ഡ് വർക്ക് ദാറ്റ് would otherwise now be lost. For example, one of Sappho's odes. Okay, Sappho എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പോയറ്റാണ്. ഓക്കെ, നമ്മുടെ ലെസ്ബിയൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ക്യൂർ ലിറ്ററേച്ചറിൻ്റെയൊക്കെ തുടക്കത്തിൽ വരുന്ന ഒരു ക്ലാസിക്കൽ പോയറ്റിൻ്റെ പേരാണ് സാഫോ. ഓക്കെ, യു ക്യാൻ ചെക്ക് ഹെർ ഔട്ട്. എനിവേ, സാഫോയുടെ ഉൾപ്പെടെയുള്ള പോയട്രി, ഓക്കെ, അത് ആക്ച്വലി പുള്ളിയുടെ ഈ ലോഞ്ചൈനസിൻ്റെ വർക്ക്സ്, ഈ ക്രിട്ടിക്കൽ വർക്കിൽ നിന്നാണ് ആക്ച്വലി നമുക്ക് അതിന്ന് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പുള്ളിയുടെ വർക്കിൽ നിന്നാണ്. അത് പുള്ളി കൊട്ടേഷൻ, പുള്ളി ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് ആരുടെ വർക്കായിരിക്കും, ആ ടൈമിലുണ്ടായിരുന്ന മുന്നത്തെ ടൈമിലുണ്ടായിരുന്നതായിട്ടുള്ള പുള്ളി വിചാരിക്കുന്ന ഗ്രേറ്റ്നെസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ വർക്ക് എടുത്താണ് പുള്ളി എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, സോ അതർവൈസ് ദീസ് വർക്ക്സ് വുഡ് ഹാവ് ബീൻ ലോസ്റ്റ്. പുള്ളിയുടെ ഈ ക്രിട്ടിക്കൽ വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം സർവൈവ് ചെയ്ത ഒരുപാട് വർക്ക്സ് ഇന്ന് ലിറ്ററേച്ചറിലുണ്ട്. ഓക്കെ, സോ വി ഷുഡ് താങ്ക് of course Longinus for preserving such amazing works. Now on the Sublime ഒരു ട്രീറ്റൈസിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ പല ഹെഡ്സ് ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് he talks about the function of poetry. ആക്ച്വലി ഇത് ആ ഒരു ബുക്കിൻ്റെ ഓർഡർ ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രമേ എൻ്റെ അകത്ത് പറയുന്നുള്ളൂ. ഈ പറയുന്ന പോലെ ഇത്രയും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊന്നും തന്നെ നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ അകത്ത് മേജറായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് പറയുകയാണ്. സോ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എസ്സേ എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഓർഡറിൽ തന്നെ പോയാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ ഹിയർ he talks about the function of poetry. So before Longinus, the function of literature or poetry was to instruct or to delight or to do both, and if it was prose, to persuade. Okay, അപ്പം നമ്മൾ മുന്നേ പഠിച്ച 3 ക്രിറ്റിക്സിനെ എടുക്കുക. ഓക്കെ, ഹൊറസിനെ എടുക്കുക, അരിസ്റ്റോട്ടിലിനെ എടുക്കുക, പ്ലേറ്റോനെ എടുക്കുക. 3 പേരും പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയുണ്ട്, ടീച്ച് ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഡിലൈറ്റ്. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ഫങ്ഷൻ ഓഫ് പോയട്രി എന്നതുകൊണ്ട് പറയുന്നത്. റൈറ്റ്.
ആൻഡ് പ്രോസിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത് അതിന് മുന്നേ ഓഫ് കോഴ്സ് ലോഞ്ചൈനസിന് മുന്നേ ആയിട്ട് പ്രോസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പെർസ്വേഡ് ടു മേക്ക് പീപ്പിൾ തിങ്ക്, അതാണ് പ്രോസിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുക. ബട്ട് ലോഞ്ചൈനസ് ഫൗണ്ട് ദിസ് 3 word ഫോർമുല വാണ്ടിങ്. പക്ഷേ ഈ പറയുന്ന ഒരു ഫോർമുല അത്ര എന്താ ഇറ്റ് ഈസ് ലിമിറ്റഡ് എന്നായിരുന്നു Longinus's version. So, according to Longinus, the masterpieces of Greek classical literature, the epics of Homer, the lyrics of Sappho and Pindar, the tragedies of Aeschylus and Sophocles, the orations of Demosthenes were great for a different reason altogether, their sublimity. Okay, അപ്പോൾ Longinus പറയുന്നത് of course ഈ 3 word formula is good, fine, okay. പക്ഷേ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരുടെ വർക്ക്സ് എല്ലാം ഗ്രേറ്റ് ആവാൻ കാരണം ദർ ഇസ് വൺ മോർ റീസൺ. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? ദ സബ്ലിമിറ്റി ഇൻ ദം. ഓക്കെ, സോ അതാണ് പുള്ളിയുടെ 4th, അതായത് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് പോയട്രിയിൽ വരേണ്ട 4ാമത്തെ ഒരു കാര്യമായിട്ട് പുള്ളി പറയുന്നത് എന്താണ്? സബ്ലിമിറ്റി. Now, sublimity, he says, consists in a certain distinction and consummate excellence in expression, and is from this and no other source that the greatest poets and prose writers have gained their eminence and immortal fame. Okay, അപ്പോൾ പുള്ളി പറയുന്ന സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഇൻ എ സർട്ടൻ ഡിസ്റ്റിങ്ഷൻ, അതായത് സ്വയം ഈ ഒരു ഇഷ്ടം പോലെ ലിറ്ററേച്ചർ ഉണ്ടാവും, അതിനിടയിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഓക്കെ, ആൻഡ് കൺസ്യൂമേറ്റ് എക്സലൻസ് ഇൻ എക്സ്പ്രഷൻ. ഓക്കെ, ആ എക്സ്പ്രഷനിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു എന്താ ഫീച്ചർ. ഓക്കെ, അതായിരിക്കണം ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ അതാണ് എന്താ സബ്ലിമിറ്റി എന്നത് പറയുന്നതിനെ കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദിസ് ആൻഡ് നോ അതർ സോഴ്സ്, വേറെ ഒരു സോഴ്സും ഇല്ല, ബട്ട് ഇൻസ്റ്റെഡ് ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി ഒരു വർക്കിനെ സബ്ലൈം ആക്കി മാറ്റുന്നത്. ഓക്കെ, ആൻഡ് അത് കാരണം തന്നെയാണ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ആൻഡ് പ്രോസ് റൈറ്റേഴ്സ് ഹാവ് ഗെയിൻ ദ എമിനൻസ് ആൻഡ് ഇമ്മോർട്ടൽ ഫെയിം. ഇന്നത്തെ പുള്ളിയുടെ കാലത്തുള്ള ഗ്രേറ്റസ്റ്റ് പോയറ്റ്സും അല്ലെങ്കിൽ അവരെല്ലാം തന്നെ എമിനൻസും ഇമ്മോർട്ടൽ ഫെയിമും എല്ലാം തന്നെ നേടാനുള്ള കാരണം, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സാഫോയുടെ വർക്ക്സ് ഇന്ന് ഇത്ര അധികം ആൾക്കാർ വായിക്കുന്നുണ്ടെങ്കിൽ അതിന് ഓഫ് കോഴ്സ് ഈ പറയുന്ന സബ്ലിമിറ്റി ഉള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഓക്കെ, നിങ്ങൾ അടുത്ത സെമിസ്റ്ററിലാകുമ്പോൾ നിങ്ങൾ സോഫോക്ലേസിന് പഠിക്കും, ആൻറ്റിഗണിയെ പഠിക്കും. ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് സോഫോക്ലേസിന് നിങ്ങൾ ഇന്നും പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് attribute of sublime in it. Now, the effect of a lofty passage is to transport him out of himself. Okay, അപ്പോൾ ഈ സബ്ലിമിറ്റിയുടെ എഫക്റ്റ് എന്താണ്? ഓക്കെ, ദ സബ്ലിമിറ്റിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടാണ്, അതർവൈസ് ട്രാൻസെൻഡ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ട്രാൻസ്പോർട്ട്? നിങ്ങൾ തന്നെ പലപ്പോഴും പല ലിറ്ററേച്ചറും വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല, പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ എഴുതുന്നവരെ പറഞ്ഞു ഇറ്റ് മേക്സ് മീ അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് മീ എസ്കേപ്പ് ദ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ, അതായത് നമ്മുടെ ഓഫ്കോഴ്സ് റിയാലിറ്റി നല്ല കാര്യമായിട്ടോ ചീത്ത കാര്യമായിട്ടോ അല്ല പറഞ്ഞാൽ, പോസിറ്റീവ് ഓർ നെഗറ്റീവായിട്ടുള്ള പറയുന്നത്, പകരം this effect of transcending or transporting ourselves into another world or another part of our soul. Okay, അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത് ഈ ട്രാൻസ്പോർട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ ഒരു ലോഫ്റ്റി പാസേജിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നതാണ് ടു ട്രാൻസ്പോർട്ട് ഹിം ഔട്ട് ഓഫ് ഹിംസെൽഫ്. ട്രാൻസ്പോർട്ട് ഹിം എന്ന് പറയുമ്പോൾ either the reader or the writer, okay, to transport him out of himself. No instruction or delight or persuasion is the test of great literature, but transport. Okay, instruction or delight or persuasion ഒന്നുമല്ല ശരിക്കുള്ള ഗ്രേറ്റ് ലിറ്ററേച്ചറിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ഓഫ് റീസൺ, ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഏതിലാണ് അവസാനം നിൽക്കുന്നത്? ട്രാൻസ്പോർട്ടിലാണ്. ഓക്കെ, ഇറ്റ്സ് കപ്പാസിറ്റി ടു മൂവ് ദ റീഡർ ടു എക്സ്റ്റസി. ഓക്കെ, ആ ഒരു എക്സ്റ്റസി എന്ന് പറയുന്ന ഫീലിങ്ങിൽ എത്താനുള്ള ആ ഒരു കപ്പാസിറ്റി, ഓക്കെ, അതിലോട്ട് എത്തിക്കുന്ന ആ ഒരു ഫീലിംഗ്. ഓക്കെ, അതാണ് ആക്ച്വലി ഈ ട്രാൻസ്പോർട്ട് കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. കോസ് ബൈ ആൻ ഇറസിസ്റ്റബിൾ മാജിക് ഓഫ് സ്പീച്ച്. ഓക്കെ, അതായത് അത്ര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്ക്. ഓക്കെ, അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ മൂവ് ദ റീഡർ ടു എക്സ്റ്റസി. അപ്പോൾ ഇതാണ് പുള്ളി പോയട്രിയുടെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പുള്ളിയുടെ പോയട്രിയുടെ ഫംഗ്ഷൻ ആയിരിക്കണമെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ദ റീഡർ ഓർ റൈറ്റർ ഔട്ട് ഓഫ് ഹിംസെൽഫ്. ഓക്കെ, നൗ the next head is the sources of the sublime. So where can we get this sublimity അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ലൈം എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് എഫക്റ്റ്? ഓക്കെ, അത് നമുക്ക് എവിടെ നിന്നാണ് ഒരു റൈറ്ററിന് കിട്ടാൻ പറ്റുക? റൈറ്ററിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, നോട്ട് ദ റീഡർ.
So, both nature and art contribute to sublimity in literature. Nature എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇൻബോണും ആൻഡ് ആർട്ട് എന്ന് പറയുന്നത് ഡെവലപ്ഡും ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹൊറേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, നേച്ചർ ആൻഡ് ഇൻബോൺ ടാലൻറ്റ് ആൻഡ് ഡെവലപ്ഡ് ടാലൻറ്റ് രണ്ടും ആവശ്യമാണ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചറിൽ എന്നാണ് പുള്ളി പറയുന്നത്. സോ ഹി ഫൈൻഡ്സ് 5 പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ദ സബ്ലൈം, ദ ഫസ്റ്റ് 2 ഓഫ് വിച്ച് ആർ ലാർജ്ലി ദ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ ആൻഡ് ദ റിമൈനിങ് 3 ദ ഗിഫ്റ്റ്സ് ഓഫ് ആർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ PPT തരുമ്പോൾ കറക്റ്റായിട്ട് തരാം. എനിവേ, ഇതിൽ ഫസ്റ്റ് 2 എന്ന് പറയുന്നതാണ് ഇൻബോൺ ടാലൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 2 ആണ്. അതായത് ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ആൻഡ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ആർട്ട് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ആൻഡ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ. ഇനി രണ്ടാമത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് 3 ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ദെൻ the nobility of diction, dignity of composition, or a happy synthesis of all preceding gifts. Okay, ഒന്ന് grandeur of thought, capacity for strong emotion. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്, കാണാതെ എന്നല്ല മനസ്സിലൊക്കെ തന്നെ പഠിക്കുക ഓഫ് കോഴ്സ്. പക്ഷേ ഈ 5 ഹെഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ദ കോർ ഓഫ് ദിസ് ട്രീറ്റൈസ് കോൾ ഓൺ ദ സബ്ലൈം. സോ ഇൻബോൺ ടാലൻസ് എന്ന് പറയുന്നത് 2 ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ആൻഡ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ, ആൻഡ് ദെൻ ഡെവലപ്ഡ് ടാലൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്, നോബിലിറ്റി ഓഫ് ഡിക്ഷൻ ആൻഡ് ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ, ഓർ എ ഹാപ്പി സെൻസ് ഓഫ് ഓൾ പ്രിസീഡിങ് ഗിഫ്റ്റ്സ്. ഓക്കെ, നൗ ബട്ട് ആസ് എ കോമൺ ഫൗണ്ടേഷൻ ആൻഡ് ഓതർ is in great need of the preliminary gift, that is the command of language. പക്ഷേ ഇതിനെല്ലാത്തിനും പുറമെ ഓതറിനൊരു കാര്യം വേണം. എന്താണത്? ദ കമാൻഡ് ഓഫ് ലാംഗ്വേജിൽ നല്ല പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം ആൾക്ക്. നൗ കമ്മിങ് ഓൺ ടു ദ grandeur of thought, the first head. Okay, the power of forming great conceptions. Okay, അതായത് നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഐഡിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ. വെസ്റ്റേൺ ഫിലോസഫിയിൽ വെസ്റ്റേണിലായിക്കോട്ടെ ഈസ്റ്റേണിലായിക്കോട്ടെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാണ്. സോ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ദിസ് ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് മീൻസ് ഓക്കെ ദ പവർ ഓഫ് ഫോമിങ് ഗ്രേറ്റ് കൺസെപ്ഷൻസ്. ഓക്കെ, പവർ ഓഫ് ഫോമിങ് ഗ്രേറ്റ് ഐഡിയാസ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് ഇൻ റൈറ്റേഴ്സ്. അത് റൈറ്ററിൻ്റെ തോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതും ഗ്രാൻഡ്യൂർ ഓഫ് തോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇസ് എ ഫസ്റ്റ് എസെൻഷ്യൽ സോഴ്സ് ഓഫ് സബ്ലൈം. ഓക്കെ, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട്. ലോഫ്റ്റി ആൻഡ് നാച്ചുറൽ എക്സ്പ്രഷൻ ഇസ് പോസിബിൾ വെൻ ദർ ആർ നോബിൾ ആൻഡ് ലോഫ്റ്റി തോട്ട്സ്. ഓക്കെ, എങ്ങനെയാണ് ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ, ലോഫ്റ്റിയും അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഒരാൾക്ക് ഒരു റൈറ്ററിന് കിട്ടും? വെൻ ദർ ആർ നോബിൾ ആൻഡ് ലോഫ്റ്റി തോട്ട്സ്. അതായത് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ചിന്തകളും വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റിംഗ് ഓർ ട്രിവിയൽ ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് ഒരിക്കലും തന്നെ ഒരാൾക്ക് ഈ പറയുന്ന നോബൽ അല്ലെങ്കിൽ ലോഫ്റ്റി ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൺവേ ചെയ്യാൻ പറ്റില്ല എന്നാണ് ലോഞ്ചോണിയസ് പറയുന്നത്. സച്ച് എലിവേറ്റിംഗ് തോട്ട്സ് ദാറ്റ് റിമെയിൻ ആസ് എ എക്കോ ഓഫ് ഗ്രേറ്റ് സോൾ. ഓക്കെ, ആൻഡ് ഈ തരത്തിലുള്ള ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ലോഫ്റ്റി തോട്ട്സ് ഓക്കെ ദേ റിമെയിൻ ആസ് ദ എക്കോ ഓഫ് ഗ്രേറ്റ് സോൾ. ഒരു ഗ്രേറ്റ് സോളിലായിരിക്കും ഇങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാവുക, ലോഫ്റ്റി തോട്ട്സ് ഉണ്ടാവുക. And are possible when the author has power of forming great conceptions. ആ ഗ്രേറ്റ് ഐഡിയാസ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളിൽ മാത്രമേ നമ്മൾ ഈ ഒരു എക്കോ ഓഫ് ഗ്രേറ്റ് സോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. Now, mean and ignorable thoughts can never energize a lofty utterance. മീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും തന്നെ എന്തിനെ എനർജൈസ് ചെയ്യാൻ പറ്റില്ല? ലോഫ്റ്റി അട്രൻസിനെ എനർജൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. The great thoughts come from the imagination of a great creative genius and from a sound interpretation of the imitation of nature and of great predecessors. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രേറ്റ് തോട്ട്സ്? ഇറ്റ് കം ഫ്രം ഇമാജിനേഷൻ ഓഫ് എ ഗ്രേറ്റ് ക്രിയേറ്റീവ് ജീനിയസ്. ക്രിയേറ്റീവ് ജീനിയസിൻ്റെ ഇമാജിനേഷനിൽ നിന്നാണ് ഈ ഗ്രേറ്റ് തോട്ട്സ് വരുന്നത്. ആൻഡ് ഓൾസോ ഫ്രം എ സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, ഒന്ന് എങ്ങനെയാണ് ഗ്രേറ്റ് തോട്ട്സ് വരുന്നതെന്ന് പറയുന്നത്? ഒന്ന് ഫ്രം ദ ഇമാജിനേഷൻ, ഒരാളുടെ റൈറ്ററിൻ്റെ ഇമാജിനേഷൻ. ഓക്കെ, അതും ഒരു ഗ്രേറ്റ് ക്രിയേറ്റീവ് ജീനിയസിൻ്റെ ഇമാജിനേഷന് മാത്രമേ സച്ച് ലോഫ്റ്റി തോട്ട്സ് ഉണ്ടാവുള്ളൂ. ഒന്ന്. രണ്ട്, ദ സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് നേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്. ഓക്കെ, അതിലൂടെ ഉണ്ടാവുന്ന
അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇൻഫ്ലുവൻസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾക്ക്, ഒരു ക്രിയേറ്റീവ് ജീനിയസിന്. ഓക്കെ. ആൻഡ് തേർഡ് വൺ ആൻഡ് ഓഫ് ഗ്രേറ്റ് പ്രിഡിസസേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ നല്ല ബുക്സും ഒക്കെ വായിച്ചു കഴിഞ്ഞാലായിട്ട് ഓഫ്കോഴ്സ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ തോട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ ലോഫ്റ്റി തോട്ട്സ് നമുക്ക് ഉണ്ടാവുന്നതെന്നാണ് ലോഞ്ചൈനസ് പറയാം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഓർമ്മിക്കുക. ഒന്ന് ഇമാജിനേഷൻ, സെക്കൻഡ് വൺ ഇമിറ്റേഷൻ ഓഫ് നേച്ചർ, and third one great predecessors, a knowledge of the great predecessors. Okay, now the details of the conception should be so chosen to form an organic whole, being heightened by amplification of all the details of a given subject through the vivid use of imagery and rhetoric. Okay, and ഈ കൺസെപ്ഷൻ്റെ ഈ ഐഡിയയുടെ ഡീറ്റെയിൽസ്, ഓക്കെ, ഇറ്റ് ഷുഡ് ബി ചൂസൺ ഫ്രം എൻ ഓർഗാനിക് ഹോൾ ബീങ് ഹൈറ്റൻഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഓൾ ഡീറ്റെയിൽസ് ഓഫ് എ ഗിവൻ സബ്ജക്ട് ത്രൂ ദ വിവിഡ് യൂസ് ഓഫ് ഇമേജറി ആണ്. ഇമേജറിയും റെട്രിക്കും യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ, ഓക്കെ, അതിൻ്റെ ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്ത്, ഓക്കെ, ആൻഡ് അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് അതിനൊരു ഓർഗാനിക് ഹോളായിട്ട് മാറ്റിയെടുക്കുമ്പോഴത്തേക്കാണ് എന്താ ഈ പറയുന്ന കൺസെപ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സബ്ലൈം ലെവലിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഹെഡാണ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻസ്. ഓക്കെ, വെഹിമെൻറ്റ് ആൻഡ് ഇൻസ്പയർഡ് പാഷൻ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആർഡൻ്റ് ആയിട്ടുള്ള, ഓക്കെ, ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള പാഷനാണ് നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് വൺ ഇൻബോൺ ആയിട്ട് വേണ്ട ഒരു കാര്യമാണിത്. ദ സെക്കൻഡ് സോഴ്സ് ഓഫ് സബ്ലൈം ഈസ് എ ജെന്യുവിൻ ഇമോഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എമ്പത്തി ആണെങ്കിൽ എമ്പത്തി, സിമ്പത്തി ആണെങ്കിൽ സിമ്പത്തി, ഹാപ്പിനെസ് ആണെങ്കിൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് ജെന്യുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു ഇമോഷൻ നമ്മൾ ഫീൽ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും പറ്റുള്ളൂ, ഇത്ര തരത്തിലുള്ള ലോഫ്റ്റി തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനും പറ്റുള്ളൂ. ദ ഇമോഷൻ ഷുഡ് ബി സ്ട്രോങ് ആൻഡ് നാച്ചുറൽ, എക്സ്പ്രസ്ഡ് ഇൻ ലോഫ്റ്റി ആൻഡ് എലിവേറ്റഡ് ലാംഗ്വേജ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ദ റീഡേഴ്സ് വിത്ത് പ്ലഷർ ആൻഡ് പെർസുവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ, ഓക്കെ, ഇറ്റ് ഷുഡ് ബി, അത് റൈറ്ററിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ. ഓക്കെ, നാച്ചുറലും കൂടെ ആയിരുന്നാൽ, നാച്ചുറൽ ആൻഡ് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ അതും ആ ലോഫ്റ്റി ആൻഡ് എലിവേറ്റഡ് ലാംഗ്വേജിലും, അതായത് ഈ ലോഫ്റ്റി, അത് ഇപ്പോൾ പറയുന്ന പോലെ എന്താ സ്ട്രോങ് ആൻഡ് നാച്ചുറൽ ഇമോഷൻസ് എക്സ്പ്രസ്ഡ് ഇൻ എലിവേറ്റഡ് ലാംഗ്വേജ്, ഓക്കെ, ക്യാൻ മൂവ് ദ റീഡേഴ്സ് വിത്ത് പ്ലഷർ ആൻഡ് പെർസുവേഷൻ. ഓക്കെ, അവരെ ആ പ്ലഷറിലോട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സ്റ്റസി, ഓക്കെ, അതിലോട്ട് എത്തിക്കാൻ ഈ പറഞ്ഞ ലോഫ്റ്റി തോട്ട്സ് ആൻഡ് ലോഫ്റ്റി ലാംഗ്വേജിന് സാധിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ആൻഡ് ഷുഡ് മാച്ച് വിത്ത് ദ ഗ്രാൻഡിയർ ഓഫ് സബ്ജക്റ്റ്, തോട്ട് ആൻഡ് ലോഫ്റ്റി സ്റ്റൈൽ. അതെങ്ങനെയായിരിക്കണം, ഈ പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ലോഫ്റ്റി അല്ലെങ്കിൽ സ്ട്രോങ് ആൻഡ് നാച്ചുറൽ ഇമോഷൻസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് മാച്ച് ചെയ്യണം, ഗ്രാൻഡിയർ ഓഫ് സബ്ജക്റ്റ്, തോട്ട് ആൻഡ് ലോഫ്റ്റി സ്റ്റൈൽ. അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ ഐഡിയ ഈസ് ഓഫ് കോഴ്സ് ലോഫ്റ്റിയാണ്, ഗ്രാൻഡിയർ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഇത്ര ഗ്രാൻഡിയർ ആയത് കാരണം തന്നെ സബ്ജക്റ്റും എന്താ തന്നെയായിരിക്കും, ഭയങ്കര ഗ്രാൻഡിയർ ആയിരിക്കും. ഓക്കെ, സോ അത് എഴുതുന്ന സ്റ്റൈലും ഗ്രാൻഡിയർ ആയിരിക്കും. സോ ഓഫ് കോഴ്സ് നമ്മുടെ ഇമോഷൻ ആ തരത്തിലുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ലോഫ്റ്റി ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിന് മാത്രമേ അതിനൊപ്പം മാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. True emotion in the right place could inspire the authors with divine frenzy, says Longinus. Okay, ആ ഒരു കറക്റ്റ് ടൈമിലുള്ള എന്താ ട്രൂ ഇമോഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് കുഡ് ഇൻസ്പയർ ഓതേഴ്സ് വിത്ത് ഡിവൈൻ ഫ്രൻസി. ഇവിടെ ഡിവൈൻ ഫ്രൻസി ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ക്രേസിനെസ് സംതിങ് ലൈക്ക് ദാറ്റ്, എക്സെൻട്രിസിറ്റി എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു ലെവലാണ് ഫ്രൻസി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഫ്രൻസി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കനോട്ടേഷനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിവൈൻ ഫ്രൻസി എന്ന് വെച്ചാൽ ആ ഒരു എന്താ ക്രിയേറ്റിവിറ്റിയുടെ എന്താ ജെനിത്തിൽ എത്തുന്ന രീതിയിലായിരിക്കും ഈ ട്രൂ ഇമോഷൻ്റെ ഇൻസ്പിറേഷനിൽ ഒരു റൈറ്ററിനെ എഴുതാൻ പറ്റുക. It is for this reason Longinus preferred the Iliad to the Odyssey and Demosthenes to Cicero. അപ്പോൾ ഈ ഒരു കാരണം കൂടെ, അതായത് ട്രൂ ഇമോഷൻ്റെ പ്ലേസിങ്, അതുകൊണ്ടാണ് പുള്ളി ഒഡീസിയെക്കാളും പുള്ളി ഇലിയഡ് പ്രിഫർ ചെയ്യുന്നതും. ലോഞ്ചനസിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് സിസറോയെക്കാളും പുള്ളി ഡെമോസ്തനീസിനെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ ഇതിൻ്റെ റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും ആ വർക്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടും. Now, like stately thoughts, stately emotions too belong to the loftiest souls. Okay, stately thoughtsനെ പോലെ തന്നെയാണ് സ്റ്റേറ്റ്ലി ഇമോഷൻസും ലോഫ്റ്റിയസ്റ്റ് സോൾസിന് മാത്രമേ, എന്ന് വെച്ചാൽ അത്ര ഗ്രാൻഡിയർ ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേറ്റ്ലി തോട്ട്സ് അതുപോലെ തന്നെ സ്റ്റേറ്റ്ലി ഇമോഷൻസും ഉണ്ടാവുകയുള്ളൂ. Now next one is
അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടെണ്ണം എന്താണ്, നമ്മുടെ ഇൻബോൺ ടാലൻ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. ദർ ഇസ് നോ നീഡ് ടു ഡെവലപ്പ് ഇറ്റ്, ഇറ്റ്സ് ഓൾറെഡി ദെയർ, യു ജസ്റ്റ് ഹാവ് ടു എന്താ പറയുക, ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. വേറെ ഇനിയുള്ള മൂന്നെണ്ണം അങ്ങനെയല്ല. Next one is appropriate use of figures. Okay, the due formation and use of figures of speech, the third source of Sublime, is the poetic use of language. Basically because ഇതെന്താണ്, നമ്മുടെ poetic devices യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അതിന് ആ ഒരു rhythmic quality ആയാലും ആ ഒരു sublimity ആയാലും അതിന് കിട്ടത്തുള്ളൂ. The formation and use of figures boost the elevated expression if they are properly used. Okay, നമ്മൾ ഈ പറയുന്ന ഈ ഫിഗേഴ്സ് ഫോർമേഷൻ അത് കറക്റ്റായിട്ട് ഫോം ചെയ്യുകയും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു എലിവേറ്റഡ് എക്സ്പ്രഷൻ അതിന് കിട്ടുന്നതാണ്. സച്ച് എ യൂസ് ഓഫ് ഫിഗേഴ്സ് ഷുഡ് നോട്ട് ബി മെക്കാനിക്കൽ ആൻഡ് ഫോഴ്സബിൾ. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്താലും അത് നാച്ചുറലായിട്ട് വരേണ്ടതാണ്, അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് അത് ചേർക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നിട്ട് ചേർക്കാൻ പാടില്ല. ഇവിടെ ഇന്നതിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഡിവൈസസ് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്നത് കിടക്കട്ടെ, ഒരു സിമിലി കിടക്കട്ടെ, ഒരു മെറ്റഫർ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കരുത് നമ്മളത് ആഡ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് അതുകൊണ്ട് മെക്കാനിക്കൽ ഓർ ഫോഴ്സ്ഫുൾ ആവരുത്, പകരം നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം ഒരു പെർട്ടിക്കുലർ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഇൻക്ലൂഷൻ. Now, they should be used genuinely and as per the demands of the contextual environment. Okay, genuinely ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, ആൻഡ് ആസ് പെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ കണ്ടെക്സ്റ്റ്. ആ ഒരു കണ്ടെക്സ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടെക്സ്റ്റിന് ആ ഒരു എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണം ദി സെഡ് figure of speech. And according to Longinus, a figure is effective only when it appears in disguise, that is to say when it is shaded by the brilliance of style. Okay, നിങ്ങൾ തന്നെ ഇപ്പോൾ മിക്കവാറും നിങ്ങൾ പോയിംസ് എടുത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗിവൻ ഓൾ ദ സീക്രറ്റ്സ് ഓർ ഓൾ ദ ദീസ് കൈൻഡ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇഫ് ദേ ആർ ഗിവൻ കൈൻഡ് ഓഫ് ലൈക്ക് ബ്ലർട്ടഡ് ഔട്ട്, ഓക്കെ, ഔട്ട് ഇൻ ദ, അപ്പോൾ അതിലെന്ത് രസമാണുള്ളത് നമുക്കത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോഴത്തേക്കും ഓക്കെ ദിസ് കൈൻഡ് ഓഫ് ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് വളരെ അമ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് റീഡറിനെ സംബന്ധിച്ച്. അപ്പോൾ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഡിസ്ഗൈസ്. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ഗൈസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് റീഡറിന് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, പക്ഷേ ദ ഫിഗർ ഇസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ disguise, only when it is shaded by the brilliance of style. Okay, ആ സ്റ്റൈലിൻ്റെ ബ്രില്യൻസ് കൊണ്ട് അതിനെ ഷെയ്ഡ് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നാൽ മാത്രമേ അതിന് ശരിക്കുള്ള ആ ഒരു എഫക്റ്റ്, ആ ഒരു ബ്യൂട്ടി, എസ്തെറ്റിക് എഫക്റ്റ് അതിന് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ സബ്ലൈം എഫക്റ്റ് അതിന് ഉണ്ടാവുകയുള്ളൂ. Now the chief figures that makes for sublimity are the rhetorical question, apostrophe, ascendant, hyperbole and periphrasis. Okay, you have to study each of these terms. Next slides ladunda. See, ആദ്യമേ ഞാൻ പറഞ്ഞു 17 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ ഇഷ്ടംപോലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പുള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എക്സാം പേപ്പേഴ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 5 എണ്ണമാണ്, നിങ്ങൾ വേറെ 2 എണ്ണം കൂടെ ടേം മാത്രമുണ്ട്, പക്ഷേ ഈ 5 എണ്ണത്തിൻ്റെ ഡെഫിനേഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡെഫിനേഷൻ വിത്ത് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച് അത് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സ് ഒരു എസ്സേക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ് ദ 5 figures: rhetorical question, apostrophe, ascendant, hyperbole and periphrasis. Now, so the figures mentioned by Longinus in On the Sublime. First one, the rhetorical question. So this is either a statement in question that suggests or which includes its own answer. ഓക്കെ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിനക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അതെ എനിക്ക് വട്ടാണ് എന്ന് നമ്മൾ തിരിച്ചുത്തരം പ്രതീക്ഷിച്ചത്, ദാറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റുഡ് ആൻസർ, റൈറ്റ്? ഇതുപോലുള്ളതിനാണ് നമ്മളെന്താ പറയുക, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്, അല്ല ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ അതിനകത്ത് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയുക, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർ യൂസ് ഓഫ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ മേക്സ് ആൻ ഇമ്മീഡിയറ്റ് അപ്പീൽ ടു ദ ഇമോഷൻസ്. അത് നമുക്ക് അതിട്ട് കഴിഞ്ഞാൽ ആ ഫിഗർ ഓഫ് സ്പീച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമോഷന് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക.
ഹൂ ഈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇപ്പോൾ ഈ റെട്രിക്കൽ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് യു ക്യാൻ ഓപ്റ്റ് ഫോർ എനി കൈൻഡ് ഓഫ് ഹൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർ യു ക്രേസി എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ അതുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ, പക്ഷേ താഴോട്ടുള്ളതിനൊരിക്കലും നിങ്ങളുടെ സ്വന്തം എക്സാമ്പിൾസ് കൊടുക്കരുത്. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ കഴിവതും കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, നൗ ഹൂ ഈസ് ഹിയർ സോ ബേസ് ദാറ്റ് വുഡ് ബി എ ബോൺ മാൻ. With its implied answer, none. Of course, അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും ഹൂ ഈസ് ഹിയർ സോ ബേസ് ദാറ്റ് വുഡ് ബി എ ബോൺ മാൻ എന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ദ ആൻസർ ഷുഡ് ബി നൺ. ഓക്കെ, ആരുമില്ല, അത്ര തരം താഴ്ന്ന ആരുമില്ല എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ആ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ആൻസർ അതിൻ്റെ തന്നെ ഉണ്ട്. ഇങ്ങനെ വരുന്നതിനെ നമ്മൾ എന്താ പറയുക, റെട്രിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് an apostrophe. It's a direct address to a person, thing or abstraction or even readers. That of course helps to move readers. അതായത് ആ ഒരു ഡിറക്റ്റ് അഡ്രസ്സൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു അതിൻ്റെ അകത്ത് തന്നെയുള്ള ക്യാരക്ടർ ആയിരിക്കാം. സംടൈംസ് ഇറ്റ്സ് യൂഷ്വലി അതൊരു അബ്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പം നിങ്ങൾ കിങ് ലെയറൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം എഡ്മണ്ട് വന്നിട്ട് എന്താ ഒരു ഗോഡസിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ കിങ് ലെയറിൻ്റെ തന്നെ വേറെ കിങ് ലെയറിൻ്റെ പല സോളിലോക്കീസിൽ, ഹാംലെറ്റിൻ്റെ സോളിലോക്കീസിൽ ഇതിലെല്ലാം വരുന്ന ഡിറക്റ്റ് അഡ്രസ്സൽ എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന അപ്പോസ്ട്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഡിറക്റ്റ് അഡ്രസ് ടു എ പേഴ്സൺ. അതിന് ആക്ച്വലി എക്സാമ്പിൾ നിങ്ങളവിടെ കൊടുക്കേണ്ട കാര്യമില്ല. നൗ നെക്സ്റ്റ് വൺ ഇസ് asyndeton. It's a figure of speech in which clauses are left unconnected. The omission of conjunctions gives a quick movement of feelings and emotions. Okay, അതായത് വേർബ്സ് അത് ഒരുപാട് വേർബ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ വേർബ്സ് ഒന്നും തന്നെ എന്തല്ല, കണക്റ്റഡ് അല്ല, കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് ഗുണം അവിടെ? ബിക്കോസ് നമ്മുടെ ആ ഒരു ഇമ്മീഡിയറ്റ്ലി നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ. എക്സാമ്പിൾ നോക്കുക. നൗ വെർ ഇസ് ദ റെവന്യൂ വിച്ച് ഇസ് ടു ഡു ഓൾ ദീസ് മൈറ്റി തിങ്സ്? 5-6 റിപ്പീറ്റ്, അബാൻഡൺ, സങ്, ഗോൺ, ലോസ് ഫോർ എവർ. സി ആ ഒരു ഇമ്മീഡിയറ്റ്ലി കണ്ടോ? ഓക്കെ, ദർ ഇസ് നോ ഒരു ആൻഡോ ഓറോ അങ്ങനെയുള്ള ഒരു കൺജങ്ഷൻ അവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ 5-6 റിപ്പീറ്റ്, അബാൻഡൺ, സങ്, ഗോൺ, ലോസ് ഫോർ എവർ എന്ന് പറയുമ്പോൾ ആ ഒരു റാപ്പിഡ് ഫ്ലോ ഓഫ് ദ അൺകണക്റ്റഡ് വെർബ്സ്. ഓക്കെ, ഇറ്റ് സജസ്റ്റ് an excited mood, okay, in which they are uttered and which is likely to induce the same mood in the hearer or the reader. Okay, അതായത് ആ ഒരു ഇമ്മീഡിയസി ഓഫ് ദാറ്റ് അട്രൻസ്, ഓക്കെ, അത് റീഡറിലും ആ കൈൻഡ് ഓഫ് ഒരു എക്സൈറ്റഡ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് hyperbole. I hope you can see this. Hyperbole is an intentional inversion of word order suggestive of a disordered utterance made under an emotional strain and falling with a like effect on the hearer or the reader. ഓക്കെ, ദിസ് ഈസ് നിങ്ങൾ പിന്നെ അത് മാലപ്രോപ്പസിസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേറൊരെണ്ണം പഠിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവണം. സോ മാലപ്രോപ്പസിസം എന്ന് നമുക്കറിയാം, നോട്ട് വെയ്ക്കിട്ട സരസ്വതി പോലെ വായിൽ നിന്ന് എന്താ തെറ്റിയ കാര്യങ്ങൾ വീഴുന്നതിനാണ് നമ്മൾ മാലപ്രോപ്പസിസം എന്നുള്ള രീതിയിൽ വീഴുക. പക്ഷെ ഇവിടെ ഹൈപ്പർബീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു എന്താ ഇമോഷണൽ ഡെപ്ത് കാരണം വായിൽ നിന്ന് വീഴുന്ന വാട്ട് എവർ വേർഡ്സ് ആർ ദെയർ, ഓക്കെ, ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് ഓർ ഇൻവേഴ്സ്ഡ്. ഓക്കെ, അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈപ്പർബീറ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ സ്പെഷ്യൽ എംഫസിസ് ഓർ ക്ലൈമാറ്റിക് എഫക്റ്റ്. ആ ഒരു ഇമോഷണൽ എന്താ ഒരു ഇമോഷണൽ ലൈനിന് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈപ്പർബീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. ദിസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. When Macduff in Shakespeare's Macbeth comes at the appointed hour to call on Duncan and finds him. See, Duncan എന്ന് പറയുന്നത് മാക്ബത്തിൻ്റെ കിങ് ആണ്. ആൻഡ് മാക്ബത്ത് ഹാസ് കിൽഡ് ഡങ്കൻ ആൻഡ് ഹീ ഈസ് ലൈങ് ഓൺ ദ ഫ്ലോർ ഇൻ എ പൂൾ ഓഫ് ഹിസ് ഓൺ ബ്ലഡ്. ഓക്കെ, ആൻഡ് Macduff is coming to see him, and there he sees the king lying on the floor in his own pool of blood. Okay, and ആ ഒരു അത് കണ്ടിട്ട് Macduff is horrified that the words that come out of his mouth is reversed. Okay, അപ്പോൾ എന്താ പുള്ളി പറയുന്നത് നോക്കാം. Oh horror, horror, horror. Tongue no heart cannot conceive nor name thee. Okay, അപ്പോൾ എന്താണുള്ള പ്രശ്നം എന്താ ഒന്ന് ആലോചിച്ചേ. Tongue no heart cannot conceive nor name thee. ഓക്കെ, പറയുന്ന ടങ് cannot name thee, ഓക്കെ, ആൻഡ് ഹാർട്ട് cannot conceive it. ഇങ്ങനെ വേണം വരേണ്ടിയിരുന്നത്. പക്ഷേ ടങ്ങിന് ഈക്വലായിട്ട് വരുന്നതിൽ പാരലായിട്ട് വരേണ്ട
നെയിം എന്ന് പറയുന്ന രണ്ടാമതും ഹാർട്ടിന് പാരലായിട്ട് വരുന്ന കൺസീവ് ആദ്യവുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ഒരു ഇമോഷൻ, ആ ഒരു കണ്ടിട്ട് പുള്ളി ആ ഒരു ഹൊറിഫൈഡ് ആയിട്ടുള്ള ഒരു ഹൊറിഫിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കണ്ടിട്ട് പുള്ളി വരുന്ന വാക്കുകൾ തിരിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഹൈപ്പർ ബേറ്റൽ. ഓക്കെ, അത് ഇമോഷണൽ ഡെപ്ത് കാരണം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ എംഫസിസ്, ആ ഒരു എഫക്റ്റിൻ്റെ ക്ലൈമാറ്റിക് എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വേർഡ്സ് റീഅറേഞ്ച് ചെയ്തിടുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഹൈപ്പർ ബേറ്റൽ എന്ന് പറയുക. ഓക്കെ, so tongue here is the subject of name and heart the subject of conceive, but not only tongue seems to go with conceive and heart with name, but each of these subjects seems to go with both the verbs. Okay, thing is that ഇത് രണ്ടും ഒരുമിച്ച് സാധാരണ പോകാറില്ല, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടക്സ്റ്റിൽ സി ഹൗ അതെങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പോകുന്നു നോക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് എ ഫിഗർ ഓഫ് correct placement of a figure of speech. Okay, now next one is periphrases. It's a roundabout way of speaking. അത് പറയുന്ന പോലെ നമ്മൾ മൂക്കിൽ നേരെ തൊടുന്നതിന് പകരം കറങ്ങി തിരിഞ്ഞ് തലയ്ക്ക് ചുറ്റും ഇട്ട് കൈയിട്ട് മൂക്കിൽ പിടിക്കുന്നത് പോലെ പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പെരിഫ്രേസസ് എന്ന് പറയുക. ഓക്കെ, സോ ഇറ്റ്സ് എ റൗണ്ടബോട്ട്, സിംപ്ലി ഇറ്റ്സ് എ റൗണ്ടബോട്ട് വേ ഓഫ് സ്പീക്കിംഗ്. സോ an example ഇതാണ്. In Shakespeare's Othello, where Othello has rudely shocked Desdemona by calling her a hoe, she and Emilia complain of it to Iago like this. Okay, so ഇതൊരു ചെറിയ ആ ഒരു ഡ്രാമയിലെ ചെറിയൊരു പാട്ടാണ്. സോ ഒതല്ലോ ഡെസ്ഡിമോണയെ ഹി തിങ്സ് ദാറ്റ് എന്താ ഡെസ്ഡിമോന ചീറ്റ് ചെയ്യുകയാണെന്ന് പുള്ളി വിചാരിച്ചിട്ട് പുള്ളി ഡെസ്ഡിമോണയെ ഹോർന്ന് വിളിച്ചിട്ട് വെല്ലോട്ടിറങ്ങി പോകും. ഓക്കെ, അപ്പോൾ ഡെസ്ഡിമോണയും എമിലിയ ഉണ്ട്. എമിലിയ ഇസ് ഇയാഗോസ് വൈഫ്. അപ്പോൾ ഡെസ്ഡിമോന ഇസ് വെരി ഇന്നസെൻറ്റ് എന്ന് വെച്ചാൽ എന്താ ഇന്നസെൻസ് ബീങ് എ സിൻ കൈൻഡ് ഓഫ് ഇന്നസെൻസ്, അത്ര ഇന്നസെൻ്റ് ആണ്. ഷീ ഹാസ് നെവർ ഹേർഡ് സച്ച് എന്താ പറയുക, ഇങ്ങനെ ആരും തന്നെയും പരസ്പരം വിളിക്കുന്ന പോലും കേട്ടിട്ടില്ലാത്തൊരു കുട്ടിയാണ് ഡെസ്ഡിമോണ. ആൻഡ് ഓഫ് കോഴ്സ് ഷീ ഈസ് ഹിയറിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഓർ യു നോ in a general context, hearing it for the first time from her own husband's mouth, and he is of course calling her that. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലാണ് പുള്ളിക്കാരി. ആൻഡ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അത് ആ ഒരു വേർഡ് ഷോക്കിലെന്ന് മാത്രമല്ല, അത്ര ആ ഇന്നസെൻസിൻ്റെ ഈ പറയുന്ന പോലെ ഒരു എംബ്ലമാണ് ആക്ച്വലി ഡെസ്ഡിമോണ. സോ അതുകൊണ്ട് തന്നെ ഷീ ഡസൻറ്റ് വോണ്ട് ടു അറ്റർ ദാറ്റ് പെർട്ടിക്കുലർ ടേം ഹോർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഇയാഗോയോട് ചോദിക്കുവാണ്. അപ്പോൾ എമിലിയ വന്നിട്ട് പുള്ളി തെറ്റിപ്പോയി. ദ തിങ് ഈസ് ദറ്റ് സോറി ഒതല്ലോ ഹാസ് നെയിംഡ് ഹർ ആസ് എ ഹോ. ഇത് ഡെസ്ഡിമോണ കേൾക്കുന്നില്ല, എമിലിയ വന്നിട്ടാണ് ആക്ച്വലി ആരോട് പറയുന്നത്, ഡെസ്ഡിമോണയോട് പറയുന്നത്. അപ്പോൾ ഡെസ്ഡിമോണ അത് കേട്ടിട്ട് ഷോക്ക്ഡായിട്ട് ഷീ ഈസ് ആസ്കിങ് ഇയാഗോ. ഓക്കെ, അപ്പോൾ ഇയാഗോയോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഷീ ഡസൻറ്റ് വോണ്ട് ടു ടേം ദാറ്റ് one. Okay, so ഇങ്ങനെ ചോദിക്കുന്നത്, am I that name Iago? And Iago, what name, fair lady? Desdemona, such as she says my lord did say I was. Okay, അപ്പോൾ പുള്ളിക്കാരി such as she says, she എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എമിലിയ. ഓക്കെ, such as Emilia says my lord did say, my lord is of course Othello, say I was. Okay, means of course Othello called me a whore. So she is asking if he did call her a whore. ഓക്കെ, സോ ഇവിടെ നോക്കുക, പുള്ളിക്കാരിക്ക് അത് തുറന്ന് പറയാൻ വയ്യ. സോ ഈ കറങ്ങി തിരിച്ച് പറയുവാണ്. ഓക്കെ, സിംപ്ലി ഇത്രേ ചോദിക്കാനുള്ളൂ, ഡിഡ് ഹി കോൾ മി എ ഹോ എന്ന് ചോദിക്കുന്നതിന് പകരം ഓക്കെ ഷീ സേയിങ് ഇൻ സച്ച് എ വേ, ഷീ സേസ് സച്ച് ആസ് ഷീ സേസ് മൈ ലോർഡ് ഡിഡ് സേ ഐ വാസ്. ഓക്കെ, കണ്ടോ, ആ ഒരു കറങ്ങി തിരിച്ച് ഇത്രയും പറയുന്നത് തന്നെയാണ് നമ്മളെന്താ പറയുക, പെരിഫ്രേസിസ് എന്ന് പറയുക. അനഫോറ, പോളിബേറ്റൻ എക്സെട്ര അനദർ ടേംസ് ആണ്. They also give ballast to the lofty and natural expression of the language. In short, the use of figures must be physical and intimately connected with thoughts and emotions. നമ്മൾ നേരത്തെ പറഞ്ഞ തോട്ട്സും ഇമോഷൻസ്, ഓക്കെ, അതുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മാക്ഡഫ് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒരു വേർഡ്സ്, ഓക്കെ, ലൈൻസ്, അത് ഓഫ് കോഴ്സ് ആലോചിച്ച് നോക്കുക, അത് വളരെ നാച്ചുറലായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ്, ആ തോട്ട്സും ഇമോഷൻസുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ആയിട്ട് തന്നെ അത് കൊടുക്കുക. അത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആഡ് ചെയ്താലും അത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. Now the next head is nobility of diction. The fourth source of Sublime is diction, that includes choice and arrangement of words. How the words are arranged. Okay, അതാണ് ആക്ച്വലി ഈ പറയുന്ന പോലെ nobility of diction കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്.
So here he says that the use of proper and striking words enthrall the hearers. Okay, അപ്പോൾ ആ സ്ട്രൈക്കിംഗ് വേർഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആൻഡ് സ്ട്രൈക്കിംഗ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ എൻട്രോൾ ദ റീഡേഴ്സ്. അത് ചാം ചെയ്യും, റീഡേഴ്സിനെ ചാം ചെയ്യും. നൗ ദ വേർഡ്സ് ടു ഹിം ഷുഡ് ബി നോബിൾ കറസ്പോണ്ടിങ് ടു എ സബ്ജക്ട് മാറ്റർ ആൻഡ് ഇമോഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാൻഡിയർ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഗ്രാൻഡിയർ ഓഫ് ഇമോഷൻ അതിന് ഈക്വൽ, അതിന് പാരലൽ അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കണം എന്താ ഇതിൽ ഈച്ച് ആൻഡ് എവറി വേർഡ്സ്. So as to impart grandeur and beauty, giving breath into dead things. Okay, he considers metaphor and hyperbole the ornaments of speech. അതുകൊണ്ട് തന്നെ മെറ്റഫോർ, ഹൈപ്പർബലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പുള്ളി എന്താ ഓർണമെൻറ്റ്സ് ഓഫ് സ്പീച്ച് എന്നുള്ള രീതിയിലാണ് പുള്ളി കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ബോത്ത് ഷുഡ് ബി ദ നാച്ചുറൽ ഔട്ട്കം ഓഫ് ഇമോഷൻ ആൻഡ് ദാറ്റ് ലൈക്ക് ഓൾ ഗ്രേറ്റ് ആർട്ട് ഇറ്റ് ഷുഡ് അപ്പിയർ ഇൻ ഡിസ്ഗൈസ്. പക്ഷേ എന്താണ് ആഡ് ചെയ്യില്ല, ഏതൊക്കെ എന്താ ഫിഗർ ഓഫ് സ്പീച്ചോ ഏതൊക്കെ തരത്തിലുള്ള ഗ്രാൻഡ് വേർഡ്സ് ആഡ് ചെയ്താലും അതൊക്കെ എന്തായാലും ഒരു ആ ഓർണമെൻ്റ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഇങ്ങനെ എപ്പോഴാണ് അത് ഓർണമെൻ്റ് ആവുന്നത്? ഇറ്റ് ഷുഡ് ഫീൽ നാച്ചുറൽ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഷെയ്ഡഡ് അല്ലെങ്കിൽ പറയും ഡിസ്ഗൈസ്ഡ് ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നാൽ മാത്രമേ അതിന് ആ കംപ്ലീറ്റ് ഉള്ള അതിൻ്റെ എഫക്റ്റ് റെൻഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ. Here it means it's the last source of sublime is dignified and elevated arrangement of the diction of the grandeur for the grandeur of composition. Okay, അതായത് diction നമ്മൾ വേർഡ്സിൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ആ ഡിക്ഷൻ എങ്ങനെയാണ് മൊത്തത്തോടെ ഒരു സ്ട്രക്ചറലായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ എന്താ ഈ പറയുന്ന ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ വെർബൽ ഓർഡർ ഷുഡ് ബി റിത്മിക് ആൻഡ് ഹാർമോണിയസ് വിച്ച് ഹാവ്സ് ഫുൾ ഓഫ് പെർസ്വേഷൻ ആൻഡ് പ്ലഷർ. ഓക്കെ, ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ വെർബൽ ഓർഡർ എങ്ങനെയായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? റിത്മിക് ആയിരിക്കണം, ഹാർമോണിയസ് ആയിരിക്കണം. ഓക്കെ, അത് ആ പെർസ്വേഷനും പ്ലഷറും എല്ലാം കൊടുക്കത്തക്ക രീതിയിലായിരിക്കണം. അറ്റ് ദ സെയിം ടൈം it should be sublime too. Such a composition appeals to the soul and enables the reader to participate in the emotions of the author. Okay, അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് റീഡറിൻ്റെ സോളിനെ എന്താ പറയുക അപ്പീൽ ചെയ്യുകയും ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇമോഷൻസ് ഓഫ് ദ ഓതർ. ആ ഓതറിനെ ഇത് എഴുതുന്ന സമയത്തുണ്ടായിരുന്ന സിമിലർ ഇമോഷൻസ് ഒക്കെ അതുമായിട്ട് അവർക്ക് പാർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. Now, similarly, while discussing the sources of true sublime, Longinus also deals with the factors of the false sublime. Okay, അപ്പോൾ പുള്ളി ട്രൂ സബ്ലൈമിൻ്റെ ഹെഡ്സാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഈ 5 എണ്ണം. ഓക്കെ, ഇനി പുള്ളി അതിൽ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പുള്ളി ഫാൾസ് സബ്ലൈമിൻ്റെ കോസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, to him the vices of the sublime emerge out of the lack of passion, sincerely and inadequacy of communication caused by faulty techniques. അപ്പോൾ 2 കാരണം കൊണ്ടാണ് ബേസിക്കലി 2 കാരണങ്ങൾ കൊണ്ട് എന്താ ഫാൾസ് സബ്ലൈം, വോയിസസ് ഓഫ് സബ്ലൈം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ലാക്ക് ഓഫ് പാഷൻ. ഓക്കെ, ആ ഒരു സിൻസിയാരിറ്റി ഇല്ലാണ്ടിരിക്കുക, ആ ഒരു പാഷൻ ഇല്ലാണ്ടിരിക്കുക. ആൻഡ് ദ സെയിം ടൈം ഇന്നഡിക്വസി ഓഫ് കമ്മ്യൂണിക്കേഷൻ കോസ് ബൈ ഫോൾട്ടി ടെക്നിക്സ്. ഫോൾട്ടി ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത്, അതായത് ഈ പറയുന്ന റൈറ്റർ ടു റീഡറിനിടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കിൽ ഇന്നഡിക്വസി വരുന്നത്. ഇതാണ് പൊതുവെ വോയിസസ് ഓഫ് എന്താ സബ്ലൈം എന്ന് പറയുന്നത്. Now, these are the vices of sublime as he said this. The following factors are described to mention how they cause sublime to be false. First one, conceit of turgidity. Turgidity എന്ന് പറഞ്ഞാൽ നിൽക്കറിയാം ഭയങ്കരമായിട്ട് എംബലിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിനാണ് നമ്മൾ എന്താ പറയുക അനാവശ്യമായ എംബലിഷ്ഡ് എക്സാജറേറ്റഡ് ലാംഗ്വേജ്, അതാണ് turgidity എന്ന് പറഞ്ഞത്. ഓക്കെ, സോ conceit of turgidity എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് timidity or bombast use of language which he thinks is drier than dropsy. ഓക്കെ, അതായത് ഒരു നീര് ഡ്രോപ്സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ സ്വെല്ലിങ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ നീരെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കാര്യം ഡ്രോപ്സി. അപ്പോൾ അതിനേക്കാളും ഡ്രയറായിട്ട് ഇരിക്കും എന്ത് നമ്മുടെ ഈ ടേർജറ്റ് അനാവശ്യമായിട്ട് എംബലിഷ്ഡായിട്ട് പോകുമ്പോൾ. Now next one is purity. It's kind of like lack of maturity. The use of purity spoils the sublimity. It is a pedantic type of conceit adding to a pompous and frigid style. നേരത്തെ പറഞ്ഞ പോലെ ആ പോമ്പസ് സ്റ്റൈലിന് കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ മെച്ചുവർ അല്ലാതെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുക, അങ്ങനെ പറയുന്നതാണ് നമ്മൾ പ്യൂറിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പുള്ളിയുടെ. ആൻഡ് ദെൻ പാരന്തസിസ് നിൽക്കറിയാം നമ്മൾ യൂഷ്വലി ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രാക്കറ്റ്സിനുള്ളിൽ കൊടുക്കുന്നതാണ് നമ്മൾ പൊതുവെ പാരന്തസിസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി അതൊരു നമ്മുടെ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ പാരന്തസിസ് കൊടുക്കുക. പുള്ളി എവിടെ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ പാഷൻ ഔട്ട് ഓഫ് പ്ലേസ് ആൻഡ് മീനിങ്. ഓക്കെ, അതായത് മെയിൻ സബ്ജക്റ്റിൽ നിന്ന്
എന്താ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പാഷൻ, ഒരു ഒരു ഐഡിയ ആണ് അത് എന്നാണ്, അല്ലെങ്കിൽ മീനിങ് ആണത് എന്നാണ് പുള്ളി പറഞ്ഞത്. ദർ ഇസ് നോ കോസ് ഫോർ പാഷൻ ഓർ അൺറെസ്ട്രെയിൻഡ് വേർ റെസ്ട്രെയിൻഡ് ഈസ് നീഡഡ്. ഈ അൺറെസ്ട്രെയിൻഡ് പാഷൻ ഡസ് നോട്ട് മേക്ക് സബ്ലൈം, ഫോർ ദ ഗ്രേറ്റ്നസ് ഓഫ് സോൾ, പ്ലേസ്, മാനർ, ഒക്കേഷൻ ആൻഡ് പർപ്പസ് ആർ എസെൻഷ്യൽ. ഓക്കെ, പുള്ളിയോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ദറ്റ് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ആ ഒരു സബ്ലിമിറ്റിക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. Next one is defects of style. The false sublimity even arises out of the defects of style, especially when sincerity is sidelined in favor of the craze for fashionable style. അത് ട്രെൻഡ് നോക്കി എഴുതാനായിട്ട് ഓഫ് കോഴ്സ് അത് നമ്മൾ സബ്ലിമിറ്റി, ഫോൾസ് സബ്ലിമിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ട്രെൻഡ് നോക്കി ഇപ്പം നിലവിൽ ഇന്ന രീതിയിൽ എഴുതുന്നതാണ് നല്ലത് എന്നുള്ള വെച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് സബ്ലിമിറ്റി പ്രൊവൈഡ് ചെയ്യത്തില്ല. ഹിയർ ഹി സജസ്റ്റ് ദാറ്റ് ദ സെയിം എലമെൻറ്റ്സ് ഓഫ് ട്രൂ സബ്ലൈം മേ ഒബ്സ്ട്രക്ട് ആൻഡ് കോസ് ഫോൾസ് സബ്ലൈം if they are not well handled by virtue of nature and sincerity. ആ നേച്ചർ ആൻഡ് സിൻസിയറിറ്റിയോട് കൂടി അതിനെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫോൾസ് സബ്ലൈം ആയിരിക്കും നമ്മളോട് ക്രിയേറ്റ് ചെയ്യുക, നോട്ട് ദ ട്രൂ സബ്ലൈം. At last, Longinus, the form and content should bring about equilibrium. അതൊരു ഈക്വൽ സ്റ്റാറ്റസ് കൊണ്ടുവരാൻ ഫോം ആൻഡ് കണ്ടന്റ് പറ്റണം. The hierarchical composition can never be sublime, as an art showing a beautiful chicken in the mid-ocean can never be natural and പ്ലീസിങ്. ഓക്കെ, ആ ഒരു ഹൈറാർക്കിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്താവില്ല, സബ്ലൈം ആവില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു ചിക്കനെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എൻ ഓഷ്യൻ, ഓക്കെ, എഴുതിയിരിക്കുമ്പോൾ ഒരു ചിക്കൻ, ദർ ഇസ് എ ചിക്കൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എൻ ഓഷ്യൻ, അത് നാച്ചുറൽ ആയിരിക്കില്ല അല്ലെങ്കിൽ പ്ലീസിങ് ആയിരിക്കില്ല. വൈ ഈസ് ദാറ്റ് സോ എന്നുള്ളതായിരിക്കും അവിടെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ആക്ച്വലി ബി എ ഇൻട്രസ്റ്റിംഗ്, അല്ലേ, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അതായത് നമ്മൾ പറയുന്ന പോലെ if we find a chicken in the midst of an ocean, the story can start there. Why is there a chicken in the midst of an ocean എന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പുള്ളി അങ്ങനെയല്ല പറയുന്നത്. പുള്ളി പറഞ്ഞാൽ അങ്ങനെ കൊടുക്കരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കരുത്, എല്ലാം നാച്ചുറൽ ആയിരിക്കണം എന്നാണ് പുള്ളി പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് Longinus. ഓക്കെ, സോ താങ്ക് യു.